പുരാതന നഗരമായ ബാൽക്കിൽ ഒരു ശക്തനായ രാജാവ് ജീവിച്ചിരുന്നു, ഇബ്രാഹിം. അദ്ദേഹം അധികാരത്തോടും സമ്പത്തോടും പ്രതാപത്തോടും കൂടി ഭരിച്ചു. അദ്ദേഹത്തിന്റെ സിംഹാസനം പട്ടും സ്വർണവും കൊണ്ട് തിളങ്ങി. ലോകം ആ കൽപ്പനകൾക്ക് വഴങ്ങി. എന്നാൽ ഒരു രാത്രി എല്ലാം മാറിമറിഞ്ഞു. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ആഡംബരത്തിൽ പൊതിഞ്ഞ് ഇബ്രാഹിം തന്റെ പട്ടുമെത്തയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് കൊട്ടാരത്തിന്റെ മേൽക്കൂര കുലുങ്ങാൻ തുടങ്ങി. അദ്ദേഹം പരിഭ്രാന്തനായി എഴുന്നേറ്റു. ആരാണ് അവിടെ? അദ്ദേഹം ഇരുട്ടിലേക്ക് അലറി. മുകളിൽ നിന്ന് ഒരു വിചിത്ര ശബ്ദം തിരിച്ചു പറഞ്ഞു, ഞാൻ ഒരു പഴയ പരിചയക്കാരൻ മാത്രമാണ്. എനിക്ക് എൻ്റെ ഒട്ടകത്തെ നഷ്ടപ്പെട്ടു. ഇബ്രാഹിം മുഖം ചൊളിച്ചു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? എൻ്റെ മേൽക്കൂരയിൽ ഒരു ഒട്ടകം എങ്ങനെ ഉണ്ടാവാനാണ്? അപ്പോഴാണ് ഹൃദയത്തെ തുളച്ചു കയറുന്ന മറുപടി വന്നത്. അല്ലയോ അശ്രദ്ധനായ രാജാവേ, പട്ടുവസ്ത്രം ധരിച്ച സ്വർണ സിംഹാസനത്തിൽ നീ ദൈവത്തെ അന്വേഷിക്കുന്നു. മേൽക്കൂരയിൽ ഒട്ടകത്തെ തിരിയുന്നത് അതിലും വിചിത്രമാണ്. നിശബ്ദത വീണു. പക്ഷേ അത് ഇബ്രാഹിമിന്റെ ഉള്ളിലായിരുന്നു. പിറ്റേന്ന് അദ്ദേഹം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. പ്രഭുക്കന്മാരും സേവകരും കാവൽക്കാരുമുണ്ട്. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് തികഞ്ഞ ക്രമത്തിൽ നിൽക്കുന്നു. പെട്ടെന്ന് വാതിലുകൾ തുറന്ന് ഒരു അപരിചിതൻ പ്രവേശിച്ചു. ഉയരമുള്ള, ശാന്തനായ, ശക്തനായ ഒരാൾ. അയാൾ നേരെ ഹാളിലൂടെ നടന്നു. വിചിത്രമെന്ന് പറയട്ടെ, ആരും അയാളെ തടഞ്ഞില്ല. അത് ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ ആരും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. സിംഹാസനത്തിന് നേരെ മുന്നിൽ വന്ന ആ മനുഷ്യനോട് ഇബ്രാഹിം തികഞ്ഞ ജാഗ്രതയോടെ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ആ മനുഷ്യൻ മൃദുവായി പുഞ്ചിരിച്ചു. ഞാൻ ഈ സത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം മുഖം ചൊളിച്ചു. ഇത് സത്രമല്ല, ഇത് എൻ്റെ കൊട്ടാരമാണ്. പക്ഷെ ആ മനുഷ്യൻ കുലുങ്ങിയില്ല. എന്നോട് പറയൂ, നിങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിൽ ആരാണ് വസിച്ചത്? ഇബ്രാഹിം പറഞ്ഞു, എൻ്റെ അച്ഛൻ. അതിനു മുമ്പ് വേറൊരാൾ. അതിനു മുമ്പ് അയാളുടെ പൂർവികൻ. ആ മനുഷ്യൻ പതുക്കെ തലയാട്ടി. എന്നിട്ട് അവരെല്ലാം ഇപ്പോൾ എവിടെയാണ്? ഇബ്രാഹിം പറഞ്ഞു, അവരെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഇത് താൽക്കാലികമായ താമസത്തിനുള്ള ഒരു സത്രമല്ലാതെ മറ്റെന്താണ്? ഒരാൾ പ്രവേശിക്കുന്നു, മറ്റൊരാൾ പോകുന്നു. കൂടുതലൊന്നും പറയാതെ ആ മനുഷ്യൻ തിരിഞ്ഞു നടന്നു, അപ്രത്യക്ഷനായി. ആ വാക്കുകൾ പക്ഷേ മിന്നൽ പോലെ രാജാവിനെ ബാധിച്ചു. അത് ഒരു ആന്തരിക പരിവർത്തനത്തിന് തിരികൊളുത്തി. രാജ്യം ത്യജിച്ച് അദ്ദേഹം പിന്നീട് പ്രശസ്തനായ ഒരു സൂഫി വര്യനായി, ഇബ്രാഹിം ഇബ്നു അദ്ഹാം.